പിണറായി സർക്കാരിനെ കുറ്റം പറഞ്ഞവർക്കൊക്കെ ഇപ്പോൾ ഉത്തരം മുട്ടിയ അവസ്ഥയാണ്. ഇൻവെസ്റ്റ് കേരള ഉച്ചകോടി കേരളത്തിൽ നടപ്പിലായതോടെ കേരളത്തിന്റെ മൊത്തം വികസന സാധ്യതകളും പ്രയോജനപ്പെടുത്താൻ പോവുകയാണ്. ശരിക്കും ദൈവത്തിന്റെ സ്വന്തം നാടായി കേരളം മാറാൻ പോകുന്നത് ഇനിയാണ്. കേരള സർക്കാരിലും കേരളത്തിന്റെ വികസന സാധ്യതകളിലും കേരള സർക്കാരിനുള്ള ഉത്തരവാദിത്വത്തിലും വിശ്വാസം വന്നതുകൊണ്ട് തന്നെയാണ് പല വൻകിട കമ്പനികളും കേരളത്തിന് വേണ്ടി മുതൽ മുടക്കാൻ തയ്യാറായി രംഗത്ത് വന്നത്. ഇതോടെ കേരളത്തിന്റെ മുഖച്ഛായ മാറുന്നത് കേരളത്തിന്റെ യുവാക്കളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിൽ കൂടിയാണ്. ഗ്ലോബൽ ഇൻവെസ്റ്റ് അവസാനിക്കുന്നതോടെ കേരളത്തിലേക്ക് കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കാൻ തയ്യാറായാണ് വ്യവസായികൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് മലയാളിയായ MA യൂസഫ് അലിയുടെ കാര്യമാണ്. വടക്കേ മലബാറുകാർക്ക് നിലവിൽ കോഴിക്കോട് മാത്രമാണ് ലുലു മാൾ ഉള്ളത്. എന്നാൽ ഇനി അങ്ങോട്ട് വടക്കൻ ജില്ലക്കാർക്ക് ഷോപ്പിംഗ് പൂരമാണ് വരാൻ പോകുന്നത്. അതെ, കേരളത്തിന്റെ ഇങ്ങേയറ്റത്ത് മാത്രമല്ല അങ്ങേയറ്റത്തുള്ള കാസർഗോഡും ലുലു മാൾ കൊണ്ടുവരികയാണ് MA യൂസഫ് അലി. കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയുടെ ഭാഗമായി 5000 കോടിയുടെ നിക്ഷേപമാണ് ലുലു ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ചെറുകിട വ്യാപാര രംഗത്ത് ലുലു നിക്ഷേപം വിപുലീകരിക്കുകയാണ്. മലപ്പുറത്ത് 2 ഇതിനകം തന്നെ ലുലുവിന്റെ മിനി മാളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. തിരൂരും പെരിന്തൽമണ്ണയിലുമാണ് മിനി മാളുകൾ വരുന്നത്. കോട്ടയത്താണ് ലുലു ഏറ്റവും പുതിയതായി മാൾ തുറന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കോട്ടയം ലുലു മാളിന്റെ ഉദ്ഘാടനം. ഇതോടെ സംസ്ഥാനത്ത് 5 ലുലു മാളുകളായി. തൃശൂരും ലുലു മാൾ വരുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ പട്ടികയിലേക്കാണ് ഏറ്റവും പുതിയതായി കണ്ണൂരും കാസർഗോഡ് ജില്ലകളും കൂടി കയറി വരുന്നത്. മലബാറുകാർക്ക് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ലുലു മാൾ മാത്രമാണ് ഉള്ളത്. തിരൂരിനും പെരിന്തൽമണ്ണയ്ക്കും പുറമെ മറ്റു ജില്ലകളിലേക്ക് കൂടി ലുലു മാൾ വരുന്നതോടെ മലബാറിന് മാത്രം 6 ലുലു മാളുകൾ ഉണ്ടാകും. ഇതോടെ ലുലു മാൾ കാണാൻ കൊച്ചിയിലേക്ക് വണ്ടി പിടിച്ച് പോയതൊക്കെ മലബാറുകാർക്ക് പഴങ്കഥയായി മാറും. അതേസമയം തിരൂരിലും പെരിന്തൽമണ്ണയിലും വരുന്നത് ലുലുവിന്റെ മിനി മാളുകൾ ആയിരിക്കില്ല, പകരം ഹൈപ്പർ മാർക്കറ്റുകൾ ആയിരിക്കും എന്നും സൂചനയുണ്ട്. ഇതുകൂടാതെ എറണാകുളത്തെ കാക്കനാടുള്ള സ്മാർട്ട് സിറ്റി ലുലു ഗ്രൂപ്പിന്റെ ഇരട്ട IT ടവർ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. 3 മാസത്തിനകം ഈ ഇരട്ട ടവർ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ സംസ്ഥാനത്ത് 25,000 തൊഴിലവസരങ്ങൾ കൂടിയാണ് സൃഷ്ടിക്കപ്പെടുക. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ IT വ്യവസായ സമുച്ചയങ്ങളാണ് കൊച്ചിയിൽ ലുലു ഗ്രൂപ്പ് നിർമ്മിക്കുന്നത്. സ്മാർട്ട് സിറ്റിക്കുള്ളിൽ ഇതിനോടകം നിർമ്മാണത്തിന്റെ വലിയൊരു പങ്കും പൂർത്തിയാക്കിയിട്ടുള്ള ഈ മെഗാ പദ്ധതി തുറന്നു കൊടുക്കുന്നതോടെ 30,000 IT പ്രൊഫഷണലുകൾക്ക് ഒരേ സമയം ജോലി ചെയ്യാൻ പറ്റുന്ന സ്പേസ് കേരളത്തിൽ ലഭ്യമാകുമെന്ന് മന്ത്രി പറയുന്നു. ലുലുവിനും അദാനിക്കുമൊപ്പം കേരളത്തിൽ വമ്പൻ നിക്ഷേപത്തിനൊരുങ്ങി ദുബായ് ഷറഫ് ഗ്രൂപ്പും രംഗത്ത് വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ലോജിസ്റ്റിക് മേഖലയിൽ 5000 കോടിയുടെ നിക്ഷേപമാണ് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷറഫ് ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഷറഫ് ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാൻ ഷറഫുദ്ദീൻ ഷറഫാണ് കേരളത്തിലെ നിക്ഷേപ സാധ്യതകൾ മനസ്സിലാക്കി താല്പര്യം അറിയിച്ചത്. ഷറഫ് ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാൻ ഷറഫുദ്ദീൻ ഷറഫ് കേരളത്തിലെ നിക്ഷേപ സാധ്യതകൾ മനസ്സിലാക്കി നിക്ഷേപത്തിനുള്ള താല്പര്യം അറിയിക്കുകയായിരുന്നു. ലോജിസ്റ്റിക്, ഷിപ്പ് മാനേജ്മെന്റ്, ഷിപ്പ് ഏജൻസി തുടങ്ങിയ വിവിധ മേഖലകളിലായി ഷറഫ് ഗ്രൂപ്പിന് ഇന്ത്യയുമായി 28 വർഷത്തെ ബിസിനസ് ബന്ധമാണുള്ളത്. ഇന്ത്യയിലെ 7 പ്രധാന നഗരങ്ങളിൽ ബിസിനസ് ഉണ്ട്. കേരളത്തിൽ 2 പ്രധാന സ്ഥലങ്ങൾ കണ്ടെത്തി സർക്കാർ പിന്തുണയോടെ 5000 കോടിയുടെ ബിസിനസ് കൂടി ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ചെയർമാൻ പറഞ്ഞു. വിദ്യാസമ്പന്നരുടെ നാടാണ് കേരളം. ഇവിടത്തെ മനുഷ്യ വിഭവശേഷി വളരെ മികച്ചതാണ്. യോഗ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി വളരെ വേഗത്തിൽ പദ്ധതി ആരംഭിക്കും. വളരെ ആകർഷണീയമായ രീതിയിലാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് കേരള സർക്കാർ സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംയുക്ത സംരംഭവുമായി ആർട്സൺ ഗ്രൂപ്പും മലബാർ സിമന്റ്സും കൊച്ചിയിൽ ബോട്ട് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കും. പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സുമായി സഹകരിച്ച് പദ്ധതി നടപ്പാക്കാനാണ് ടാറ്റ ഗ്രൂപ്പിന്റെ അനുബന്ധ കമ്പനിയായ ആർട്സൺ ഗ്രൂപ്പ് തയ്യാറാകുന്നത്. ആർട്സൺ ഗ്രൂപ്പും മലബാർ സിമന്റ്സും സഹകരിച്ച് 300 കോടിയുടെ പദ്ധതിക്കാണ് ഗ്ലോബൽ സമ്മിറ്റിൽ താല്പര്യം ഒപ്പിട്ടത്. പദ്ധതിയുടെ ഭാഗമായി 100 ടണ്ണിൽ താഴെയുള്ള ബോട്ട് നിർമ്മാണ യൂണിറ്റ് ആണ് ആരംഭിക്കുന്ന കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ മലബാർ സിമന്റ്സ് ലീസിന് എടുത്തിരിക്കുന്നത്. 7 ഏക്കറിലാണ് ബോട്ട് നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ നിർമ്മാണ യൂണിറ്റ് തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. സർക്കാർ തലത്തിലുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും പദ്ധതി ആരംഭിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ബോട്ടുകൾ വാട്ടർ മെട്രോയ്ക്ക് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും പരിഗണനയിലുണ്ടെന്ന് സിഇഒയും മാനേജിംഗ് ഡയറക്ടറും വ്യക്തമാക്കി. ഇതോടെ കേരളത്തിന്റെ വികസനം മാത്രമല്ല തൊഴിൽ സാധ്യത കൂടി റോക്കറ്റ് വേഗത്തിൽ കുതിക്കുകയാണ്.